നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. ഭരണമാറ്റം UDFന്റെ മാത്രമല്ല കേരളത്തിന്റെയും ആവശ്യമായി മാറിയിരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ സന്ദേശവുമായി രചന നാരായണൻകുട്ടിയും. കേരള വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നടത്തുന്ന ജനകീയ യാത്ര ഇന്ന് തുടങ്ങും. മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക പ്ലാനിങ്ങോ ലക്ഷ്യമോ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല. ക്ഷേത്രത്തിൽ ഷർട്ട് ഊരി ദർശനം നടത്തുന്നതിനെതിരായ അഭിപ്രായം പുതിയതല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. വാർത്തകൾ വിശദമായി. ഭരണമാറ്റം UDFന്റെ മാത്രമല്ല കേരളത്തിന്റെയും ആവശ്യമായി മാറിയിരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. ഭരണമാറ്റം UDFന്റെ മാത്രമല്ല കേരളത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കണം. അതിന് പാർട്ടി സജ്ജമാകണം. CPIM അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ NRC ആയിരുന്നു ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് വിട്ടു. ഇപ്പോൾ UDFനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. UDF ജയിക്കുന്നത് ചില പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണെന്ന് ആക്ഷേപിക്കുന്നു. CPIM അവസരവാദികളാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്നതാണ് കോൺഗ്രസ് നയം. ജനവിരുദ്ധ കാര്യങ്ങളിൽ കേന്ദ്രവും കേരളവും ഒരുപോലെ. രണ്ട് സർക്കാരുകളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അംബേദ്കറെ അധിക്ഷേപിച്ച അമിത്ഷാ രാജിവെക്കും വരെ കോൺഗ്രസ് പ്രതിഷേധം തുടരും. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയില്ലാത്ത ഒരേ ഒരു സർക്കാർ പിണറായി വിജയന്റേതെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയില്ലാത്ത ഒരേ ഒരു സർക്കാരാണ് പിണറായി വിജയന്റേതെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. കേസിന് പിന്നിൽ പ്രതിഭയോട് വൈരാഗ്യമുള്ളവരാണെന്നും CPMകാരും ഇതിന് പിന്നിലില്ലെന്നും പ്രതിഭയെ ചില മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. പുകവലിക്കുന്നത് തെറ്റല്ലെന്ന നേരത്തെ നടത്തിയ പ്രസ്താവനയെയും സജി ചെറിയാൻ ന്യായീകരിച്ചു. താൻ തെറ്റായ സന്ദേശം നൽകിയിട്ടില്ലെന്നും തന്റെ പ്രസ്താവനയും മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ല. ഒപ്പമുള്ളവരുടെ പേരുകൾ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. നടന്നത് പ്രതിഭയെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണ്. തന്റെ പാർട്ടിയിലെ ഒരു MLAയെ വേട്ടയാടിയാൽ കാഴ്ചക്കാരനാകില്ല. വലിയ തോതിൽ കഞ്ചാവ് പിടിച്ചിട്ടില്ല. പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചു എന്നതിന് തെളിവില്ല. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തു. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ സന്ദേശവുമായി രചന നാരായണൻകുട്ടിയും. നഗരം മുഴുവൻ വർണ്ണശബളങ്ങളായ ചിത്രങ്ങൾ, ശുചിത്വ സന്ദേശങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങളും, അങ്ങനെ മാലിന്യമുക്ത നഗരമായ വടക്കാഞ്ചേരിയെ പൂങ്കാവനമാക്കി മാറ്റി മാതൃകയാവുകയാണ് വടക്കാഞ്ചേരി നഗരസഭ. സ്വച്ഛ് സർവേഷൻ സന്ദേശവുമായി നഗരസഭയുടെ ശുചിത്വ അംബാസിഡറും ചലച്ചിത്ര താരവുമായ രചന നാരായണൻകുട്ടിയും രംഗത്തെത്തിയതോടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുത്തു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന നാരായണൻകുട്ടി. നമ്മുടെ വടക്കാഞ്ചേരി കുറച്ചുകൂടി കൂടുതൽ ഭംഗിയാക്കാനും വൃത്തിയും മനോഹരവുമായ നഗരസഭയാക്കി മാറ്റുന്നതിന് ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങളും കൂടെ ഉണ്ടാകണം. നഗരത്തിന്റെ മുക്കും മൂലയും സ്വച്ഛ് സർവേഷനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി. നീർച്ചാലുകളുടെയും പുഴയോരങ്ങളുടെയും കരകളിൽ മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും ഒരുങ്ങി. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി നഗരസഭയും ജനപ്രതിനിധികളും കൈകോർത്താണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് ഓരോ വാർഡിലും വലുതും ചെറുതുമായ നിരവധി ഉദ്യാനങ്ങൾ പൂത്തുലഞ്ഞു. ഭൂരിഭാഗം വാർഡിലും സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചു. 31ാം വാർഡിൽ സൗന്ദര്യാരാമം ഒരുക്കുന്നതിൽ രചന നാരായണൻകുട്ടിയും പങ്കാളിയായി. വടക്കാഞ്ചേരിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കലാകാരന്മാർ കൂടി സ്വച്ഛ് സർവേഷന്റെ ഭാഗമായപ്പോൾ പൊതു ഇടങ്ങളിലെ ചുമരുകളെല്ലാം നിറക്കൂട്ടുകളാൽ വർണ്ണശബളങ്ങളായി. അങ്കണവാടി ചുമരുകളിലെല്ലാം കുരുന്നുകൾക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളാലും
ശുചിത്വ സന്ദേശങ്ങളാലും നിറഞ്ഞു. സ്വച്ഛ് സർവേഷൻ സന്ദേശം പൊതുജനങ്ങൾക്കിടയിലെത്തിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ നിശ്ചല കലാരൂപങ്ങളും പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളീയ നാടൻ കലാരൂപങ്ങളും ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും അവയിൽ ഇടം പിടിച്ചപ്പോൾ സ്വച്ഛ് സർവേഷൻ പ്രചരണത്തെ വ്യത്യസ്തമാക്കി. രചന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ശുചിത്വ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ ക്ലാസും നടത്തി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും മാലിന്യം വലിച്ചെറിയാതിരിക്കാനുമുള്ള അവബോധം ജനങ്ങളിലെത്തിക്കാൻ ബോധവൽക്കരണ ക്ലാസുകളും ശുചീകരണ പ്രവർത്തനങ്ങളും നഗരസഭ നടത്തിവരികയാണ്. വലിച്ചെറിയൽ മുക്ത നഗരത്തെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിലവിൽ ഉപയോഗിക്കാത്ത എല്ലാവിധ സാധനങ്ങളും ശേഖരിച്ച് നഗരസഭയിലെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ സെന്ററിൽ ശേഖരിക്കുന്നുണ്ട്. ഇവ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി പുനരുപയോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. പാഴ്വസ്തുക്കൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചും നഗരസഭ ശ്രദ്ധ നേടി. മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി മാതൃകയാകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന നാരായണൻകുട്ടി. നമ്മുടെ വടക്കാഞ്ചേരി കുറച്ചുകൂടി കൂടുതൽ ഭംഗിയാക്കാനും വൃത്തിയും മനോഹരവുമായ നഗരസഭയാക്കി മാറ്റുന്നതിന് ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളും കൂടെ ഉണ്ടാകണം. കേരള വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നടത്തുന്ന ജനകീയ യാത്ര ഇന്ന് തുടങ്ങും. കേരള വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നടത്തുന്ന ജനകീയ യാത്ര ഇന്ന് തുടങ്ങും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനം. കേരള വന നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയ സാഹചര്യത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമം പ്രാബല്യത്തിൽ വന്നാൽ കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാകും PV അൻവർ MLAയുടെ പര്യടനം. മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക പ്ലാനിങ്ങോ ലക്ഷ്യമോ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല. മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക ലക്ഷ്യമോ പ്ലാനിങ്ങോ ഇല്ലെന്ന് വ്യക്തമാക്കി രമേശ് ചെന്നിത്തല. NSS മതേതര ബ്രാൻഡാണ്. താൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഗുണം കോൺഗ്രസ് പാർട്ടിക്കാണ്. അതിൽ ആരും ദുരുദ്ദേശം കാണേണ്ടതില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. എല്ലാ സമുദായ സംഘടനകളുമായും തനിക്ക് നല്ല ബന്ധമാണുള്ളത്. തന്നെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചവരെ കുറിച്ച് പറയാൻ സമയമായിട്ടില്ല. സുകുമാരൻ നായരുമായി താൻ നേരിട്ട് സംസാരിച്ചു. NSSുമായുള്ള പിണക്കം തീർത്തത് നേരിട്ടാണെന്നും ഇടനിലക്കാരില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആരുമായും മത്സരത്തിനില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവുമായി അഭിപ്രായ ഭിന്നതയില്ല. എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് തന്റെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ചെന്നിത്തല വിശദമാക്കി. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിയത് ഹൈക്കമാൻഡ് തീരുമാനപ്രകാരമാണ്. എന്നാൽ സ്ഥാനം ഒഴിയാൻ തന്നോട് നേരിട്ട് പറയാത്തത് വിഷമമുണ്ടാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. ക്ഷേത്രത്തിൽ ഷർട്ട് ഊരി ദർശനം നടത്തുന്നതിനെതിരായ അഭിപ്രായം പുതിയതല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി ദർശനം നടത്തുന്നതിനെതിരായ അഭിപ്രായം പുതിയതല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാലത്ത് പലർക്കും വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അത് മാറിയതുപോലെ കാലത്തിനനുസരിച്ച് പലതും മാറുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം ക്ഷേത്രങ്ങളിലെ വസ്ത്രധാരണത്തിൽ ആരോഗ്യകരമായ ചർച്ച വേണമെന്നും പരിഷ്കരണങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പ്രതികരിച്ചു. ശിവഗിരി മഠത്തിലെ പ്രസിഡന്റ് സ്വാമി ഒരഭിപ്രായം പറഞ്ഞു. അതിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിനെതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടിയായി ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ അഭിപ്രായം പറഞ്ഞു. അവർ പരസ്പരം മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മാത്രമാണോ ഇത് നടക്കുന്നത്? എത്രമാത്രം അനാചാരങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്? SNDP യൂണിയൻ ശാഖ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാമെന്ന് പ്രമേയം പാസാക്കിയതാണ്. ചില പൂജാരിമാരാണ് അതിന് തടസ്സമായി നിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. അതേസമയം NCP മന്ത്രിമാറ്റ ചർച്ചയിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. തോമസ് K തോമസ് MLA ആകാൻ പോലും യോഗ്യത ഇല്ലാത്തയാളാണ്. ഇനി 1.5 കൊല്ലമേയുള്ളൂ. AK ശശീന്ദ്രനെ മാറ്റിയാൽ എങ്ങനെ ശരിയാകും? പ്രായോഗിക പ്രയാസങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടും വീണ്ടും മന്ത്രിയാകണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് തോമസ് K തോമസ്. NCPക്ക് കുട്ടനാട് സീറ്റ് കൊടുക്കേണ്ട എന്ത് യോഗ്യതയാണുള്ളത്? ആകെ 2 MLAമാരുള്ള പാർട്ടി കുട്ടനാടൻ ജനതയുടെ വികാരത്തിന് എതിരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു.
യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് മന്ത്രി. FIR താൻ വായിച്ചതാണെന്നും അതിൽ മോശപ്പെട്ടത് ഒന്നുമില്ലെന്നും മന്ത്രി പറഞ്ഞു. കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് മന്ത്രി ചോദിച്ചു. താനും പുകവലിക്കുന്നയാളാണെന്ന് മന്ത്രി പറഞ്ഞു. പുകവലിച്ചെന്ന് FIR-ൽ ഇട്ടു. അതിന് എന്തിനാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ഇടുന്നത്? കുഞ്ഞുങ്ങളല്ലേ, അവർ വർത്തമാനം പറയും, കമ്പനിയടിക്കും, ചിലപ്പോൾ പുകവലിക്കും. അതിനെന്താണ്? വലിച്ചത് ശരിയാണെന്നല്ല, ചെയ്തെങ്കിൽ തെറ്റാണ്. പ്രതിഭയുടെ മകൻ ഇങ്ങനെയൊരു കാര്യത്തിൽ കൂട്ടുകൂടി. അതിന് പ്രതിഭ എന്ത് വേണം? അവർ ഒരു സ്ത്രീയല്ലേ, ആ പരിഗണന കൊടുക്കണ്ടേ? അവരുടെ കുട്ടിയെപ്പറ്റി അനാവശ്യം പറഞ്ഞു കാണും, അതിന് പ്രതികരണം നടത്തി കാണും. അവര് ഒരു അമ്മയല്ലേ, സ്വാഭാവികമായി പറയും. മന്ത്രി പറഞ്ഞു. ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MT വാസുദേവൻ നായരെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. യു പ്രതിഭ നിയമസഭയിലെ മികച്ച സാമാജികയാണെന്നും അതാണ് പ്രതിഭയ്ക്ക് പാർട്ടി വീണ്ടും അവസരം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ ആദ്യമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് പ്രതികരണവുമായി ഒരു നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നതിന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ശനിയാഴ്ച മുതൽ തലസ്ഥാന നഗരിയിൽ തുടക്കമാകുകയാണ്. കലോത്സവത്തിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും നടത്തുന്ന മുന്നൊരുക്കങ്ങളെ അഭിനന്ദിക്കുന്നതിനൊപ്പം ഗൗരവതരമായ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമാണ് കത്ത്. കഴിഞ്ഞ ദിവസം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തൃക്കാക്കര MLA ഉമാ തോമസ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവത്തിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കൊച്ചി ഫ്ലവർ ഷോ കാണാനെത്തിയ വീട്ടമ്മയും അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കലാസ്വാദകരും ഉൾപ്പെടെ 10,000-കണക്കിന് പേർ എത്തിച്ചേരുന്ന സ്കൂൾ കലോത്സവത്തിന്റെ സുരക്ഷ കുറ്റമറ്റതും കാര്യക്ഷമവും ആക്കണമെന്നതിനുള്ള മുന്നറിയിപ്പായി ഈ സംഭവങ്ങളെ കാണണം. മത്സരവേദികളിലും ഊട്ടുപുരയിലും കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലും അടിയന്തരമായി എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏജൻസികളെയും ഉൾപ്പെടുത്തിയുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. പ്രധാന വേദികൾ ഉൾപ്പെടെ തിരക്കേറിയ നഗരമധ്യത്തിലായ സാഹചര്യത്തിൽ നിരത്തുകളിലെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ്. ഇക്കാര്യങ്ങളിൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കി കുട്ടികളുടെ ഈ കലാമേളയെ വൻ വിജയമാക്കി തീർക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് കത്തിൽ പരാമർശിക്കുന്നു. ഇനി ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. മച്ചാട് തിരുവാണിക്കാവിൽ നടപ്പുര സമർപ്പണം 8-ന്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഗോപുരം, നടപ്പുര എന്നിവയുടെ സമർപ്പണം ജനുവരി 8-ന് നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മച്ചാട് തിരുവാണിക്കാവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാവ് സമ്പ്രദായത്തിൽ രൂപീകരിച്ച ഒരു അമ്പലമാണ് മച്ചാട് തിരുവാണിക്കാവ്.
ക്രമേണ അതൊരു ക്ഷേത്ര സമ്പ്രദായത്തിലേക്ക് മാറുകയായിരുന്നു. ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗോപുരം നിർമ്മിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു നടപ്പരയുണ്ടായിരുന്നു. ആ നടപ്പര ഇപ്പോൾ വലുതാക്കി ഈ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണമാണ് ജനുവരി 8-ാം തീയതി ബുധനാഴ്ച നടക്കുന്നത്. അങ്ങനെ കാവിൽ നിന്ന് ക്ഷേത്രമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഗോപുരം നിർമ്മിക്കാനൊക്കെയുള്ള തീരുമാനമുണ്ടായിരുന്നത്. കാലത്ത് ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷം ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണം നടത്തുന്നത്. കാലത്ത് ഗോപുരം തുറന്നു വന്ന് നടപ്പുരയിൽ വെച്ചിരിക്കുന്ന ഭദ്രദീപത്തിൽ ദീപം തെളിയിച്ച് അതോടുകൂടിയാണ് ഇതിൻ്റെ താന്ത്രിക സമർപ്പണം നടക്കുന്നത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പ്രധാന വാദ്യമാണ് കൊമ്പുപറ്റ്. ആ കൊമ്പുപറ്റ് അരങ്ങേറും. അതിനുശേഷം കാലത്തെ അഷ്ടപതി, അതിനുശേഷം ഇവിടുത്തെ അമ്മമാരുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമമുണ്ട്. ഇതാണ് ഇവിടുത്തെ കാലത്തെ ചടങ്ങുകൾ. വൈകുന്നേരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണ സദസ്സ് നടക്കുന്നത്. താന്ത്രിക സമർപ്പണമെല്ലാം കാലത്ത് ഉച്ചപൂജയ്ക്ക് മുമ്പേ എല്ലാ താന്ത്രിക സമർപ്പണ ചടങ്ങുകളും നടക്കും. 8-ന് രാവിലെ ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി ഗോപുരത്തിന്റെയും നടപ്പുരയുടെയും താന്ത്രിക സമർപ്പണം നിർവഹിക്കും. വൈകിട്ട് 6-ന് ഗോപുര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിക്കും. 3-ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനോദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ മുഖ്യാതിഥിയായിരിക്കും. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ശില്പികളെ ആദരിക്കും. ഈ സമിതി രൂപീകൃതമായതിനു ശേഷം വളരെ പ്രശസ്തമായ ഈ ക്ഷേത്രം അതിനൊത്തുള്ള ഒരു ഭൗതിക സാഹചര്യം ഇവിടെ നിലവിലില്ല എന്ന് കണ്ട് ഭക്തരുടെയും മറ്റ് പുറമേ നിന്ന് വരുന്ന ആളുകളുടെയും ഒക്കെ ആഗ്രഹപ്രകാരം നിലവിലുള്ള നടപ്പുര പൊളിച്ച് വലിയ ഒരു നടപ്പുര പണിയാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്കും പ്രൗഢിക്കും അനുയോജ്യമായ ഒരു ഗോപുരവും ഉണ്ടാക്കാൻ ഈ സമിതി തീരുമാനിക്കുകയുണ്ടായത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ മാസം 10-ാം തീയതി ചേർന്ന യോഗത്തിൽ ഇതിൻ്റെ തീരുമാനമെടുക്കുകയും 2023 സെപ്റ്റംബർ 15-ാം തീയതി ഇതിന് ആദ്യമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ സുദർശൻ അവർകൾ തറക്കല്ലിടുകയും വളരെ ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് ഇന്ന് കാണുന്ന ഈ നടപ്പുരയും ഗോപുരവും ഭഗവതിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം ഈ രീതിയിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ നടപ്പുരയുടെ സമർപ്പണം 2025 ജനുവരി മാസം 8-ാം തീയതി നടക്കുകയാണ്. അതിൽ സമർപ്പണം ചെയ്യുന്നത് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി അവർകൾ രാവിലെ ഗോപുരവാതിൽ തുറന്ന് ക്ഷേത്ര നടപ്പുരയിൽ വന്ന് ഭദ്രദീപം കൊളുത്തി മറ്റ് ക്ഷേത്ര ചടങ്ങുകളോടുകൂടി അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്താനാണ് ക്ഷേത്രോപദേശ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ സമർപ്പണത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു സമർപ്പണ ചടങ്ങ് വൈകിട്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത ചടങ്ങ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർകൾ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ MP-യും MLA-യും മറ്റ് ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും തട്ടകദേശത്തിൻ്റെയും ഊഴദേശക്കാരുടെയും മാമാങ്കം പ്രസിഡന്റുമാരും എല്ലാ കമ്മിറ്റികളും പങ്കെടുക്കുന്ന ഒരു അതിവിപുലമായൊരു ചടങ്ങ് അന്ന് വൈകുന്നേരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ ചടങ്ങിന് ശേഷം നടപ്പുരയിൽ ആദ്യമായി ഒരു നടപ്പുര പഞ്ചവാദ്യവും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ നടപ്പുര സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രോപദേശ സമിതി ഒരുക്കിയിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷ വിധിച്ച് CBI കോടതി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷ വിധിച്ച് CBI കോടതി 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 4 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്.
14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനും CPIM ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ A. പീതാംബരനും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും ഉൾപ്പെടെയുള്ളവരാണ് കുറ്റക്കാർ. പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, രഞ്ജിത്ത് T, സുരേന്ദ്രൻ എന്നീ പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. AM മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ, ഭാസ്കരൻ എന്നിവർക്കാണ് 5 വർഷം തടവ് ശിക്ഷ. 2019 ഫെബ്രുവരി 17 പെരിയ കല്ലോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത്. 6 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി വിധി പറഞ്ഞത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിച്ചിരുന്നു. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രദീപ്, B. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ, A. മധു, A. ഹരിപ്രസാദ്, P. രാജേഷ്, V. ഗോപകുമാർ, PV സന്ദീപ് പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി P. രാജീവ്. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി P. രാജീവ്. ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയെന്നാൽ കക്ഷിക്ക് അനുകൂല തീരുമാനമെടുക്കുക എന്നു മാത്രമല്ല, നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി സാധ്യമായ പരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണം. അനാവശ്യമായി വൈകിപ്പിക്കരുത്. സാധ്യമല്ലാത്ത കാര്യങ്ങൾ എത്രയും വേഗം അപേക്ഷകനെ അറിയിക്കണം. ഓരോ അദാലത്ത് കഴിയുമ്പോഴും പരാതികൾ കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അദാലത്തിൽ ഉയരുന്ന പൊതുപ്രശ്നങ്ങൾ സർക്കാർ സമഗ്രമായി പരിഗണിക്കും. ഇവയിൽ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഇളവ് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. VP അനിൽ, CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി. VP അനിൽ, CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി. ഏകകണ്ഠമായാണ് അനിലിനെ തെരഞ്ഞെടുത്തത്. പാർട്ടി ജില്ലാ സെന്ററിൽ ദീർഘകാലമായുള്ള പ്രവർത്തന പരിചയവും പൊതു സ്വീകാര്യതയുമാണ് VP അനിലിന് അനുകൂലമായത്. നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒഴിയാനുള്ള സന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. 11 പുതുമുഖങ്ങളാണ് 38 അംഗ ജില്ലാ കമ്മിറ്റിയിലുള്ളത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സലും ജില്ലാ സെക്രട്ടറി N. ആദിലും ജില്ലാ കമ്മിറ്റിയിലെത്തി. പൊന്നാനിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള പരസ്യ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ TM സിദ്ദിഖിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കലോത്സവം പൂർണ്ണമാകുന്നതുവരെ അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം നൽകുന്നതിലേക്കായി പ്രധാന വേദികളിൽ മെഡിക്കൽ സംഘത്തെയും എല്ലാ വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീമിനെയും കനിവ് 108 ഉൾപ്പെടെയുള്ള ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടർ, നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ആശുപത്രി അറ്റൻഡന്റ് ഗ്രേഡ് 1 എന്നിവർ മെഡിക്കൽ ടീമിലുണ്ടാകും. ഫസ്റ്റ് എയ്ഡ് ടീമിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ആശാ വർക്കർ എന്നിവരുണ്ടാകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ സേവനം തേടേണ്ടതാണ്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മന്ത്രി ആശംസകൾ നേർന്നു. മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ പരിശോധന ശക്തമാക്കി എക്സൈസ്. മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ പരിശോധന ശക്തമാക്കി എക്സൈസ്. 65 പരിശോധനകളിലായി 195 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും കടകളിലും ലേബർ ക്യാമ്പുകളിലും ഹോട്ടലുകളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KV ബേബി പറഞ്ഞു. ലഹരി വസ്തുക്കൾക്ക് നിരോധനമുള്ള സ്ഥലങ്ങളാണ് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും. എന്നാൽ തൊഴിലാളികൾ ഉൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന കർശനമാക്കിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പമ്പയിൽ 16 പരിശോധനകൾ നടത്തുകയും 83 കേസുകളിലായി 16,600 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. നിലയ്ക്കലിൽ നടത്തിയ 33 പരിശോധനകളിലായി 72 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14,400 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. സന്നിധാനത്ത് 40 കേസുകളിലായി 8,000 രൂപയും പിഴ ഈടാക്കി. 26 ഹോട്ടലുകളും 28 ലേബർ ക്യാമ്പുകളിലും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നശിപ്പിച്ചു. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് നടി ഖുശ്ബു അറസ്റ്റിൽ. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തു. നടി ഖുശ്ബു ഉൾപ്പെടെ ഉള്ളവരാണ് മധുരയിൽ അറസ്റ്റിലായത്.
പ്രതിഷേധ റാലി നടത്താൻ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ച് ഖുഷ്ബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധം നടത്തിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് റാലി നടത്താനായിരുന്നു മഹിളാ മോർച്ചയുടെ ശ്രമം. ഡിസംബർ 23-നാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത്. പള്ളിയിൽ പോയ പെൺകുട്ടി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷമായിരുന്നു ക്രൂരപീഡനം. കോട്ടുപുരം സ്വദേശി ജ്ഞാനശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വഴിയോര കട നടത്തുന്ന ജ്ഞാനശേഖരനാണ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. സംഭവം നടന്ന ദിവസം മതിൽ ചാടി പ്രതി ക്യാമ്പസിനകത്ത് കടന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടക്കുന്ന സമയത്ത് ക്യാമ്പസിനകത്തെ CCTV പ്രവർത്തനരഹിതമായതും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അന്വേഷണത്തിൽ നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ജ്ഞാനശേഖരന്റെ ഫോണിൽ നിന്ന് ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണമാറ്റം UDFന്റെ മാത്രമല്ല കേരളത്തിന്റെയും ആവശ്യമായി മാറിയിരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ സന്ദേശവുമായി രചന നാരായണൻകുട്ടി. കേരള വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നടത്തുന്ന ജനകീയ യാത്ര ഇന്ന് തുടങ്ങും. മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക പ്ലാനിങ്ങോ ലക്ഷ്യമോ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല. ക്ഷേത്രത്തിൽ ഷർട്ട് ഊരി ദർശനം നടത്തുന്നതിനെതിരായ അഭിപ്രായം പുതിയതല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.